പുതുവത്സരാഘോഷത്തിന് കർശന നടപടികളുമായി പോലീസ്. ക്രമസമാധാനം ഉറപ്പാക്കാൻ ജില്ലാ പോലീസ് മേധാവിമാർക്ക് സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നിരീക്ഷണം ഉണ്ടാവുക. ആഘോഷ കേന്ദ്രങ്ങളിൽ അതിഥികളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തണമെന്നും പോലീസ് അറിയിക്കുന്നു. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. അനന്തൻ, പുതുവത്സരം കളറായിട്ട് തന്നെ പുതുവത്സരത്തെ വരവേൽക്കേണ്ടതുണ്ട്. പക്ഷേ ആ കളർ അധികം കടന്നു പോവുകയും ചെയ്താൽ പ്രശ്നമാണ്. എങ്ങനെയാണ് നമ്മുടെ ക്രമസമാധാനം ഉറപ്പുവരുത്തുന്നത്? അക്ഷയ, പുതുവത്സരാഘോഷങ്ങൾ നാളെ നടക്കുമ്പോൾ അതിൽ ക്രമസമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്താനുള്ള നടപടികളാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. ഇത് സംബന്ധിച്ച് കർശനമായ നിർദ്ദേശം എല്ലാ ജില്ലാ പോലീസ് മേധാവിമാർക്കും സംസ്ഥാന പോലീസ് മേധാവി നൽകിയിട്ടുണ്ട്. ജനങ്ങളുടെ സുരക്ഷയും ക്രമസമാധാനവും ഉറപ്പ് വരുത്താനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് നിർദ്ദേശം. അതുപോലെ തന്നെ ഷോപ്പിംഗ് കേന്ദ്രങ്ങൾ, മോളുകൾ, പ്രധാന തെരുവുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡ്, വിമാനത്താവളം എന്നിവിടങ്ങളിലടക്കം പോലീസ് കൃത്യമായ പട്രോളിംഗും നിരീക്ഷണവും കർശനമാക്കും. വിവിധ ജില്ലകളിൽ ഈ പുതുവത്സരാഘോഷം നടക്കുന്ന കേന്ദ്രങ്ങളിൽ പരിശോധന നടത്താൻ വേണ്ടി പ്രത്യേക സ്ക്വാഡുകൾ, പോലീസിന്റെ പ്രത്യേക ടീമുകളെ രൂപീകരിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആളുകൾ കൂടുതലായി ആഘോഷത്തിന് ഒത്തുകൂടുന്ന സ്ഥലങ്ങളിൽ ഡ്രോൺ നിരീക്ഷണം ശക്തമാക്കും. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് മദ്യപിച്ച് വാഹനം ഓടിക്കുക, അമിത വേഗതയിൽ ഓടിക്കുക, അശ്രദ്ധയോടെ വാഹനം ഓടിക്കുക, പ്രായപൂർത്തിയാകാത്തവരുടെ ഡ്രൈവിംഗ്, അഭ്യാസ പ്രകടനങ്ങൾ എന്നിവ കർശനമായി വിലക്കിയിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അതിൽ കർശനമായ നടപടികൾ എടുക്കാനാണ് സംസ്ഥാന പോലീസ് മേധാവി ജില്ലാ പോലീസ് മേധാവിമാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതുപോലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും മറ്റും ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനെത്തുന്ന കുടുംബങ്ങൾക്കും സ്ത്രീകൾക്കും വിദേശത്തു നിന്നുള്ള വിനോദസഞ്ചാരികൾക്കും സുരക്ഷ ഉറപ്പാക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ആഘോഷങ്ങൾ നടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കേന്ദ്രം ബീച്ചുകളാണ്. അപ്പോൾ കൃത്യമായ സുരക്ഷയില്ലാതെ ബീച്ചിൽ കടലിലേക്ക് ഇറങ്ങുന്നവർക്ക് അത് നിയന്ത്രിക്കാൻ വേണ്ടി കോസ്റ്റ് ഗാർഡിനും ഒപ്പം തന്നെ കോസ്റ്റൽ പോലീസിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവിടെ ഈ കടൽ തീരങ്ങളിൽ പട്രോളിംഗ് ശക്തമാക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രശ്നം ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നതാണ്. അത് ഒഴിവാക്കാൻ, അതായത് ഇത്തരം ആഘോഷങ്ങൾ നടക്കുന്ന കേന്ദ്രങ്ങളിലേക്ക് വാഹനങ്ങളിൽ എത്തുന്നവർ അവർ റോഡരികിലോ നിർദ്ദേശിക്കപ്പെട്ട സ്ഥലത്തും വാഹനം പാർക്ക് ചെയ്താലും ആ വാഹനത്തിൽ അവരുടെ മൊബൈൽ നമ്പർ കൂടി രേഖപ്പെടുത്തണം, അല്ലെങ്കിൽ അത് പ്രദർശിപ്പിക്കണം എന്നുള്ള നിർദ്ദേശം പോലീസ് നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ ആഘോഷ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന അതിഥികളുടെ വിവരങ്ങൾ അതാത് സംഘാടകരും അല്ലെങ്കിൽ ഹോട്ടലുകളാണെങ്കിൽ അതിന്റെ ഭാരവാഹികളും അവിടെ ആ വിവരങ്ങൾ രേഖപ്പെടുത്തി വെക്കണമെന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഏതായാലും ഒരു വലിയ ജനക്കൂട്ടം പല സ്ഥലങ്ങളിലും ഈ ആഘോഷത്തിന്റെ ഭാഗമായി പൊതുസ്ഥലത്തേക്ക് എത്തും. അപ്പോൾ അവിടെ ക്രമസമാധാന പ്രശ്നങ്ങളും സുരക്ഷാ പ്രശ്നങ്ങളും ഉണ്ടാകാതെ മുൻകരുതലുകളാണ് ഇപ്പോൾ പോലീസ് സ്വീകരിക്കുന്നത്.